എന്താ ബാല, എന്താന്ന് പറ. എടാ ഗോവിന്ദ, കുറച്ചു മുമ്പ് നീ എന്നോട് ചോദിച്ചില്ലേ വെളിച്ചപ്പാട് പറഞ്ഞ നല്ല കാര്യങ്ങൾ ഒന്നും നീ എന്താ മനസ്സ് കേറ്റാത്തതെന്ന്? എടാ, നീ പറഞ്ഞു സത്യമായിരിക്കുന്നു, നല്ലത് സംഭവിച്ചിരിക്കുന്നു. എന്നെ നീ ടെൻഷനാക്കല്ലേ, ഒന്ന് പറ ബാല, എന്താ കാര്യം? എടാ, നമ്മുടെ തൃക്കണ്ണൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന തിരുമഹോത്സവം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവാടായത്. അയ്യോ, കരഞ്ഞതല്ല, സന്തോഷം ഇങ്ങനെ മനസ്സിലേക്ക് ഇരച്ചു കയറിയപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഒന്നുകൂടി ഉണ്ട്, പറയട്ടെ ഞാൻ? നീ പറവാല, ഞാൻ കേക്കട്ടെ. ഈ ഉത്സവം നടത്താൻ, ഭഗവതിയുടെ തിരുവുത്സവം മുന്നിൽ നിന്ന് നയിക്കാൻ കോടതി ആർക്കാ അനുവാദം നൽകിയിരിക്കുന്ന അറിയോ നിനക്ക്? നിന്റെ ഈ ബാലന്, ഈ ബാലൻ മാഷിന്. എന്റെ തൃക്കണ്ണൂർ ഭദ്രകാളി അമ്മേ, നീ അനുഗ്രഹിച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. ഗോവിന്ദ, വർഷം എത്രയെന്നറിയോ അമ്പലത്തിൽ ഉത്സവം നടന്നിട്ട്? ഏതൊക്കെ കോടതിയിൽ ഞാൻ കയറി ഇറങ്ങി. മുനിസിഫ് കോടതിയിൽ തുടങ്ങിയ പോരാട്ട, ഇപ്പതേ സുപ്രീം കോടതി അനുവാദം തന്നിരിക്കുന്നു. ഈ ബാലനത് സത്യത്തിന്റെ വിജയ, നമ്മുടെ വിജയ. ഇത് നമ്മുടെ ആയിരപ്പറയുടെ വിജയ. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഈ നാട് ഇതുവരെ കാണാത്ത ആർഭാടത്തോടെ ഇനി ഒരാൾക്ക് ഇതിനുമേൽ ഉത്സവം വെക്കാത്ത രീതിയിൽ നമുക്ക് ദേവിയുടെ മഹോത്സവം കൊണ്ടാടണം ബാല. അത് വേണം, അത് വേണം ഗോവിന്ദ. കാരണം നമ്മുടെ ഈ നാടത് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നടക്കാൻ പോകുന്ന ഉത്സവം ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്, അല്ലേ ഗോവിന്ദ? പക്ഷേ തടസ്സപ്പെടുത്താൻ പലരും ഉണ്ടാവും. എന്തിന്? നിന്റെ മരുമകൾ ശ്രേയ ഉൾപ്പെടെ. അത് വിട് ഗോവിന്ദ. ഒരു നല്ല കാര്യം പറയുന്നതിനിടയിൽ അത്ര സംഭാഷണങ്ങളൊന്നും വേണ്ട. ഞാൻ വിട്ടു, ഇനി അതിനെക്കുറിച്ച് പറയുന്നേയില്ല. പക്ഷേ ഉത്സവത്തിന് ക്ഷണിക്കേണ്ടവരെല്ലാം ക്ഷണിച്ചു വരുത്തണം. ഈ നാട് വിട്ട് അന്യദേശത്ത് പോയി താമസമാക്കിയവരെ വിളിക്കണം എന്ന് പറയുന്ന പോലെ. ആ പഴയ സംഭവങ്ങൾ ഓർത്തുവല്ലേ? വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയാലും അതെനിക്കങ്ങ് മറക്കാൻ പറ്റുമോ ഇന്ന? എന്റെ പരമേശ്വരനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? വെറുതെ ഒരു മോഹം, നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കൊതിച്ചു പോവുക. തൃക്കണ്ണൂർ ഭദ്രകാളി മഹാക്ഷേത്രത്തിലെ തിരുമഹോത്സവം കൊടിയേറുമ്പോൾ മുതൽ എന്റെ പരമേശ്വരനും അവന്റെ കുടുംബവും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. അത് ഭഗവതിക്ക് പോലും നടത്തിത്തരാൻ പറ്റാത്ത ആഗ്രഹമല്ലേ? വിട്ടുകളഞ്ഞേക്ക് പോലെ. വിട്ടുകളയല്ലാതെ വേറെ വഴിയില്ലല്ലോ ഗോവിന്ദ. നീ വാ. ചേച്ചി നിർത്തി, ചേച്ചി നിർത്ത്. അമൃതേച്ചി വണ്ടി നിർത്തി. ഇത് കൊള്ളാലോ മോളെ, സ്കൂട്ടറിന്റെ മുന്നിൽ നിന്നാണോ കൈ കാണിക്കുന്നത്? ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അമൃതേച്ചിക്ക് വേണ്ടിയല്ല, ചാരുചേച്ചിക്ക് വേണ്ടിയാ. എന്തിനാ വണ്ടി കൈ കാണിച്ച് നിർത്തി? ഏത് നിമിഷവും എന്നെ പ്രാർത്ഥിക്കുന്ന ചാരുചേച്ചിക്കും കുടുംബത്തിനും ഒരു അപകടം പറ്റുന്നത് കണ്ടാൽ എനിക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ?
എന്തോന്നാ ചാരു ഇത്? ഈ കുട്ടി ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണല്ലോ. ഹലോ മാഡം, എന്തേലും ഒന്ന് പറയോ? ചേച്ചി ഈ പൂവും കൂടെ വാങ്ങിച്ചോണ്ട് പോ ചേച്ചി. അത് കൊള്ളാം. ഇനി ഈ സമയത്ത് പൂ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അമ്പലത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നെങ്കിൽ വാങ്ങി തലയിൽ ചൂടോ ദേവിക്ക് സമർപ്പിക്കോ എന്തേലൊക്കെ ചെയ്യായിരുന്നു.